കോട്ടയം കുറുവിലങ്ങാട് കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു. കാണക്കാരി സ്വദേശിയായ സാം കെ ജോർജ് രണ്ടാം ഭാര്യ ജെസ്സിയെ കൊന്ന് കൊക്കയിൽ തള്ളിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നാണ് സൂചന. 1994 ജെസ്സിയും സാമും വിവാഹിതരാകുന്നത്. സാമിന്റെ ആദ്യ ഭാര്യ പ്രസവിച്ച ദിവസം ബംഗളൂരുവിലെ പള്ളിയിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം. പിന്നീട് ഇക്കാര്യം അറിഞ്ഞ് ആദ്യ ഭാര്യ കുഞ്ഞിനെ സാമിനെ ഏൽപ്പിച്ച് ബന്ധം ഉപേക്ഷിച്ചു പോയി. 2 മക്കൾ ജനിച്ചെങ്കിലും വർഷങ്ങളായി സാമും ജെസ്സിയും സ്വരച്ചേർച്ചയിലായിരുന്നില്ല. വിദേശ വനിതകളടക്കമുള്ളവരുമായി സാമിനുള്ള ബന്ധമായിരുന്നു ഇതിന് പ്രധാന കാരണം. വർഷങ്ങളായി ജെസ്സി വീടിന്റെ താഴത്തെ നിലയിലും സാം മുകൾ നിലയിലുമായിരുന്നു താമസം. പരസ്ത്രീ ബന്ധത്തെ എതിർത്തതും വീടിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കോടതി വിധി എതിരാകുമെന്ന ഭയവുമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ബംഗളൂരുവിൽ നിന്ന് സാമിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഇറാനിയൻ യുവതിയും ഇയാൾക്കൊപ്പമുണ്ടായിരുന്നു. പ്രതി സാം ജോർജിനെ കോടതി 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഒടുവിൽ ജെസ്സിയുടെ തിരോധാനത്തിന് ഉത്തരമായി. സ്വന്തം ഭർത്താവ് നടത്തിയ അതിക്രൂരമായ കൊലപാതകം. കഴിഞ്ഞ മാസം 26 മുതലാണ് ജെസ്സിയെ കാണാതാകുന്നത്. ജെസ്സിയെക്കുറിച്ച് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു തുമ്പും ലഭിച്ചില്ല. ഭർത്താവ് സാമിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ദുരൂഹതയുടെ ചുരുളഴിഞ്ഞത്. ഒടുവിൽ അന്വേഷണ സംഘത്തോട് സാം എല്ലാം തുറന്നു പറഞ്ഞു. സാം ജോർജും ജെസ്സിയും 3 കുട്ടികളും കഴിഞ്ഞ 15 വർഷമായി രത്നഗിരി പള്ളിക്ക് സമീപമുള്ള ഇരുനില വീട്ടിൽ മുകളിലും താഴെയുമായി പരസ്പരം ബന്ധമില്ലാതെ കഴിഞ്ഞു വരികയായിരുന്നു. മക്കൾ 3 വിദേശത്ത് പോയതിനു ശേഷം കഴിഞ്ഞ 6 മാസമായി ജെസ്സി ഒറ്റയ്ക്കാണ് കഴിഞ്ഞത്. ജോലി ആവശ്യത്തിനായി സാം ജോർജും വിദേശത്തായിരുന്നു. സാം ജോർജ് കഴിഞ്ഞ 6 മാസമായി MG യൂണിവേഴ്സിറ്റിയിൽ ടൂറിസം ബിരുദാനന്തര ബിരുദ കോഴ്സ് പഠിച്ചു വരികയായിരുന്നു. ദമ്പതികൾ തമ്മിൽ വഴക്ക് തുടർന്നതോടെ ഒരു വീടിന്റെ 2 നിലകളിലായി താമസം. വീട്ടിൽ സമാധാനപരമായി താമസിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട ജെസ്സി നൽകിയ ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. സാമിന് ഇതേ വീട്ടിൽ തന്നെ താമസിക്കാൻ ജെസ്സി അനുവാദവും നൽകി. വീട്ടിൽ കയറാതെ പുറത്തുനിന്ന് സ്റ്റെയർകേസ് പണിത് അതുവഴിയായിരുന്നു സാം മുറിക്കുള്ളിലേക്ക് പോകാറുള്ളത്. വിദേശ വനിതകളെ അടക്കം സാം വീട്ടിൽ കൊണ്ടുവരുന്നതിനെ ജെസ്സി എതിർത്തത് പലപ്പോഴും ഒച്ചപ്പാടിന് ഇടയാക്കി. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വിയറ്റ്നാം സ്വദേശിനി ഇവിടെ എത്തുകയും ജെസ്സിയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ജെസ്സിയെ കൊല്ലുമെന്ന സാം വിയറ്റ്നാം സ്വദേശിനിയെ അറിയിച്ചു. ഈ വിവരം ജെസ്സിയെ അവർ അറിയിച്ചതിന് പിന്നാലെ ജെസ്സിയും സാമും തമ്മിൽ തർക്കമുണ്ടായി. ഇതിനിടെ ഭാര്യയെ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാൻ ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ട സാം കോടതിയെ സമീപിച്ചു. കോടതി വിധി തനിക്കെതിരാകുമെന്ന് കരുതിയ സാം ജെസ്സിയെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു. സെപ്റ്റംബർ 26 വൈകിട്ട് 6 മണിയോടെ ഇയാൾ വീട്ടിൽ അതിക്രമിച്ചു കയറി ജെസ്സിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. രാത്രി 1 മണിയോടെ കാറിന്റെ ഡിക്കിയിൽ കയറ്റി ഇടുക്കി ജില്ലയിൽ ഉടുമ്പന്നൂർ ഭാഗത്ത് റോഡിന്റെ ഓരത്ത് 50 അടിയോളം താഴ്ചയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. News 18 കോട്ടയം ഇടുക്കി.